പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു ക്ലിനിക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഒമാനിലെ വാദി അദായില്ലേ അവിടെയുള്ള ഹത്താത്ത് സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ആണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കൂടുതലും മറ്റ് നാഷണാലിറ്റീസ് ഉള്ള ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ ആണെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ മലയാളി ഡോക്ടേഴ്സ് ഉണ്ട്, മലയാളി നഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ലേഡീസ്, നമ്മൾ പലപ്പോഴും ഈ ഡെർമറ്റോളജി, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അത് അങ്ങനെ പുറത്ത് പോയിട്ട് കാണിക്കാറൊന്നുമില്ല. കാര്യം കൂടുതലും മെയിൽ ഡോക്ടേഴ്സാണ്. അപ്പോൾ പലർക്കും പോകാനുള്ള മടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഹത്താത്ത് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഞാനൊരു ലേഡി ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ നിപ്പ അരുൺ. ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ഇവിടെ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടാണ്. ഡോക്ടറെ, എനിക്ക് തോന്നുന്നു ഒരുപാട് ലേഡീസ് മടിച്ചിരിക്കും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. കാര്യം ഒരാളെടുത്ത് പോയിട്ട് പറയാനുള്ള മടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡോക്ടറെ കാണണം കേട്ടോ. പ്രത്യേകിച്ച് മലയാളിയും കൂടാണ്. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. കാര്യം ഇവിടെ എല്ലാവരും വേറെ നാഷണാലിറ്റീസ് ആണെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഡോക്ടർ, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങളുമായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് കോമൺലി ഇവിടെ വരുന്നത് സ്കിൻ റാഷ്, സ്കിൻ എക്സീമാസ്. അത് സ്പെഷ്യലി നമ്മളിപ്പോൾ തണുപ്പ് ക്ലൈമറ്റും കൂടെ ആകുമ്പോഴേക്കും ഇപ്പോൾ കൂടുതലും വരുന്നത് എക്സീമാസ് ആണ്. അതുപോലെ ബാക്കി കുട്ടികളിൽ വരുന്ന സ്കിൻ അലർജി, സ്കിൻ എക്സീമാസ്, ഹെയർ ഫോൾസ്, ആക്നി, പിന്നെ അതർ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് സ്കിൻ ബ്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ്, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെല്ലാം നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കോസ്മെറ്റോളജി അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഇതിനകത്ത് ഇൻക്ലൂഡ്. ഇവിടെ നമ്മൾ സ്കിൻ കോസ്മെറ്റോളജി മാത്രമല്ല, പ്രോപ്പർ സ്കിൻ ട്രീറ്റ്മെൻറ്റിനുള്ള, അതായത് സ്കിൻ ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് ഹൈഡ്രോഫേഷ്യൽ മുതൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് വരെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ലേസർ ഹെയർ റിമൂവൽ അവൈലബിൾ ആണ്. നമുക്ക് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഫില്ലേഴ്സ്, ബോട്ടോക്സ് എല്ലാം നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ, ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പേടിച്ചിട്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ വരുമോ? അപ്പം അതൊന്നും പേടിക്കണ്ട. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വന്ന് ഡോക്ടറെ കണ്ടാൽ മതി. ഡോക്ടർ നിപ്പ അരുൺ. ഇപ്പോൾ ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ നോക്കി പരിശോധിച്ചിട്ട് വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു തരും. ഞാൻ ഒരു മലയാളി ഡോക്ടറെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്, ഡോക്ടർ ഹരീഷ് ബഷീർ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ ഡെന്റിസ്റ്റ് ആണ്, ഡെന്റൽ സർജൻ ആണ്. ഡോക്ടർ, നമ്മളിവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ജനറൽ ഡെന്റിസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അലോ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ജനറൽ ഒരു പേഷ്യന്റ് വേണ്ട ജനറൽ ബേസിക് ആയിട്ടുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അഫോർഡബിൾ റേറ്റ്സ്. പിന്നെ ഡിസ്കൗണ്ടഡ് പേഷ്യൻസിന് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. പിന്നെ ജനറൽ ഡെന്റിസ്റ്റിന്റെ എല്ലാ ഡെഞ്ചേഴ്സ്, സ്കെയിലിംഗ്, പോളിഷിംഗ്, പിന്നെ ഫില്ലിങ്സ്, എക്സ്ട്രാക്ഷൻസ്, മൈനർ സർജറീസ്, കോസ്മെറ്റിക് റിലേറ്റഡ് കോസ്മെറ്റിക് നമുക്ക് മിനിസ്റ്ററി അലോ ചെയ്തിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്. ഇപ്പം നമുക്ക് അലോ ചെയ്യാത്ത കുറച്ച് ഇതുണ്ട്, അത് നമ്മൾ ചെയ്യില്ല. അതാണ് കേട്ടോ കാര്യം. പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ചെയ്യും എന്ന് പറയുന്നതല്ല. ഇവിടെ മിനിസ്ട്രി അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഡോക്ടർ ഹരീഷ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഡോക്ടർ 26 വർഷത്തെ പാരമ്പര്യമുള്ള, പ്രവൃത്തി പരിചയമുള്ള ഒരു ഡോക്ടറും കൂടെയാണ്. വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഡെന്റൽ സർജൻ അല്ലെ ഇൻ ഒമാൻ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ഡോക്ടർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് വന്ന് ഡോക്ടറെ കാണാൻ കേട്ടോ. ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയേണ്ടതുണ്ട് കേട്ടോ. ഡോക്ടർക്ക് ഇന്ത്യൻ അംബാസിഡറുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസിന് സർവീസിന് പോകുന്ന ഒരാളും കൂടിയാണ് ഡോക്ടർ. ഇവിടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി റേഡിയോളജിസ്റ്റും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അൾട്രാസൗണ്ട് സ്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ചെയ്യാം. വേറെയും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ്. ഇപ്പോൾ ഗൈനക്കോളജി, അതുപോലെ എൻഡോക്രൈനോളജി, ഡയബറ്റോളജി, കാർഡിയോളജി, നെഫ്രോളജി, ഇതിലൊക്കെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ട്. ഹത്താത്ത് സ്പെഷ്യാലിറ്റി ക്ലിനിക്സിൽ മലയാളി ഡോക്ടേഴ്സ് ഇനിയും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ GP ഡോക്ടർ അമൃത മലയാളിയാണ്. അതുപോലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ രഘു, ഇവരൊക്കെ മലയാളികളാണ്. ഇവരൊക്കെ പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്കിപ്പോൾ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്തത്. ഒമാനിലെ വാദി അദായിലുള്ള ഷെൽ പെട്രോൾ സ്റ്റേഷനില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹത്താത്ത് ഹൗസ് ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ടാണ് ഹത്താത്ത് സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡോക്ടേഴ്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ കാണാം. ഈ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കിട്ടും.